വഴി തെറ്റി വന്നാണെങ്കിൽ പിന്നെ എല്ലാം കണ്ടിട്ട് പോയേക്കാം. ഇവിടെ നമ്മളപ്പോൾ ഇത് മലയുടെ മണ്ടയ്ക്ക് എത്തിയിട്ടുണ്ട്. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എസ് പ്ലസ്. എൻ്റെ പേര് സൂര്യത്ത്. അപ്പോൾ ഇപ്പം നമ്മൾ നിൽക്കുന്ന കൊളത്തൂർമൂഴി പാലത്തിലാണ്. നമ്മളിന്നൊരു ട്രാവൽ വ്ലോഗാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പോകുന്നത് കരുവള്ളിക്കാട് മലയ്ക്കാണ്. അപ്പോൾ കൊളത്തൂർമൂഴി, ചുങ്കപ്പാറ, കരുവള്ളിക്കാട് മല ആ റൂട്ടിലാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇപ്പോൾ കൊളത്തൂർമൂഴി പാലത്തിലാണ് നിൽക്കുന്നത്. അതിൻ്റെ ഒരു വ്യൂ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ആ സൈഡ് പത്തനംതിട്ട, ഈ സൈഡ് കോട്ടയം ജില്ലയാണ്. അപ്പോൾ ഇതിൻ്റെ രണ്ട് സൈഡിലും പെടാത്ത ഒരു സ്ഥലത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഒരു സൈഡിലും ഇല്ലാത്ത ഈ ആറിൻ്റെ മുകളിലായിട്ടാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ള് വാച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമ്മുടെ ഓഡിയൻസ് റിട്ടൻഷനൊക്കെ ഭയങ്കര കുറവാണ്. അത് കാരണം എല്ലാവരും ഒന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഫുള്ള് വാച്ച് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഗൈസ്, അപ്പോൾ നമ്മൾ വനത്തിലെത്തി. സത്യം പറഞ്ഞാൽ നമ്മളിവിടെ എല്ലാവരും ഉദ്ദേശിച്ച വഴി തെറ്റി വന്നാണെങ്കിൽ പിന്നെ എല്ലാം കണ്ടിട്ട് പോയേക്കാം. ഇവിടെ എന്തോ സർപ്പക്കല്ലോ അങ്ങനെ ഏതാണ്ട് സംഭവമാണ്. അപ്പോൾ നമുക്ക് ഏതായാലും അതൊന്നും കണ്ടിട്ട് പോകാമെന്ന് വെച്ച് ഏതായാലും നമുക്ക് അവിടെ പോയി ഇതൊക്കെ എന്നെ സംഭവം നോക്കാം. ഏതായാലും ഒന്നും മനസ്സിലാകും. നമുക്ക് വഴി തെറ്റി വന്നോ, നമ്മളിങ്ങോട്ടല്ല വരണ്ടേ. ഇനിയിപ്പോൾ അങ്ങോട്ട് നമ്മളെന്തോ കരുവള്ളിക്കാട് മലയ്ക്കായിരുന്നു പോകാൻ ഉദ്ദേശിച്ചിരുന്നത്. അവിടെ പോകുന്നുണ്ട്. ഇപ്പോൾ വഴി തെറ്റി ഇവിടം വരെ വന്നല്ലേ. ഏതായാലും ഇനിയിപ്പോൾ ഇത് കാണാതെ പോകുന്നത് ശരിയല്ലല്ലോ. വേറെ നമുക്ക് കണ്ടിട്ട് പോകാം. അപ്പോൾ ഗൈസ്, ഫ്രണ്ട്സ്, ഏതായാലും വഴി തെറ്റി വന്നതിനാണെങ്കിലും നല്ല അടിപൊളി സ്ഥലമാണ്. ഇതാണോ സ്ഥലം എന്ന് അറിയത്തില്ല. അവരൊക്കെ അങ്ങോട്ട് പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് എന്നെ സംഭവം നോക്കാം. മരമാണെന്നൊക്കെ തോന്നുന്നു. എല്ലാവരും വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടാണ് വരുന്നത്. നല്ല അടിപൊളി സ്ഥലം. ഫുള്ള് പാറയാണ് കേട്ടോ, അടിപൊളിയാണ്. എല്ലാവരും അവിടെ ഇവിടെ ഒന്ന് കൂർന്നു നോക്കിയുണ്ട്. നല്ല ഇതാണ്. ഈ കാണുന്ന ഈ സംഭവമൊക്കെ വനം, ഇത് ഫുള്ള് വനമാണ്. അങ്ങോട്ട് വനമാണെന്ന് തോന്നുന്നു. അങ്ങോട്ടൊരു വഴി ഉണ്ടായിരുന്നു. ഞങ്ങളിപ്പോൾ ഒരു ചെറിയ ഇടവഴി കൂടെ ഒക്കെ കയറിയാണ് വന്നത്. അങ്ങോട്ട് ഇച്ചിരി വീതിയുള്ള വണ്ടി കയറുന്ന വഴി ഉണ്ടായിരുന്നു. അറിയാതൊന്നുമല്ല, വണ്ടിയിൽ ഒരു വഴിയൊക്കെ ഉണ്ടായിരുന്നു. എന്താ എല്ലാവരും തിരിച്ചൊക്കെ വരുന്നത്, തമ്മിൽ പോകുന്നു. നോക്കാൻ പോവാം. ഇതിലൊരു വഴി ഉണ്ടെങ്കിൽ പിന്നെ ഇതിലെ കയറി നമുക്ക് റോഡിലോട്ട് ഇറങ്ങാം. അങ്ങനെ പുതിയ പുതിയ വഴികൾ കണ്ടുപിടിച്ച് അതുവഴി പോകും.
അതിൻ്റെതായ ഒരു രീതി. അപ്പം നമ്മൾ വീണ്ടും വനത്തിനകത്തേക്ക് കയറി. അപ്പോൾ നമ്മൾ ഓഫ് റോഡൊക്കെ കയറി ഒരു വിധത്തിൽ ഇവിടം വരെയൊക്കെ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് മുകളിലോട്ട് കയറാം. ഏതാ മലയെന്ന് അറിയത്തില്ല. അപ്പോൾ ഏതാണേലും നമുക്ക് മണ്ട വരെ കയറി ചെല്ലണം. അധികം ആരും വരുന്ന വഴിയൊന്നുമല്ല. നിങ്ങൾക്ക് ഈ വഴി റോഡ് കാണുമ്പോൾ തന്നെ അറിയാം, വണ്ടിയൊന്നും ഓടുന്നതല്ല. വണ്ടി കണ്ട് പരിചയമില്ലാത്ത റോഡാണ്. അപ്പോൾ നമ്മൾ ഈ വഴിയിൽ കൂടെയാണ് ഇനി മലയുടെ മുകളിലോട്ട് പോകുന്നത്. അപ്പോൾ നേരത്തെ നമ്മൾ വഴി തെറ്റിപ്പോയി. ഇത് കറക്റ്റ് വഴിയായിരിക്കും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് മേളിലേക്ക് എല്ലാം മേളിൽ ചെന്നിട്ട് ബാക്കി കാഴ്ചകൾ കാണാം. നമ്മൾ വഴിത്തിരിവിലെത്തിയിട്ടൊക്കെയാണ്. അങ്ങോട്ടും ഫുൾ മുള്ളാന്ന് തോന്നുന്നു. എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് അറിയത്തില്ല. അങ്ങോട്ടൊരു വഴിയുണ്ട്, ഇങ്ങോട്ടൊരു വഴിയുണ്ട്. അപ്പം നമുക്ക് ഇങ്ങോട്ട് പോയി നോക്കാം. അതുകൊണ്ട് റബ്ബർ തോട്ടമാണ് കേട്ടോ. ഇതിനകത്തോടെ മുകളിലാണ് ചെല്ലണ്ടേ? യെസ്, അതിനകത്തോടെ മുകളിലാണ് നമ്മൾ ചെല്ലേണ്ടതെന്നാണ് പറയുന്നത്. ഇവിടെ ഗേറ്റൊക്കെ വരച്ചിട്ടിട്ടുണ്ട്. ഗായ്സ്, നമ്മൾ ഇതിൻ്റെ മണ്ടൊക്കെയാണ് കയറുന്നത്. എന്ന് കയറി തീരുമെന്നൊന്നും അറിയത്തില്ല. ഇപ്പോഴാണ് നല്ല മഴക്കാറൊക്കെ എടുത്ത് വരുന്നുണ്ട്. ഇനിയിപ്പോൾ തിരിച്ച് നടന്ന് ഇറങ്ങുന്ന അവസ്ഥയും കൂടെ ഓർക്കുമ്പോഴത്തേക്കാണ് ഇത് അടിപൊളിയാണ്. മുകളിലോട്ട് കയറി ചെന്നാലേ അറിയത്തുള്ളൂ എന്താ സംഭവം. ഇവിടെ നിന്ന് നല്ല അടിപൊളിയായിട്ടുണ്ട്. നല്ലൊരു റബ്ബർ തോട്ടം, സൂപ്പർ റബ്ബർ തോട്ടം. പ്രത്യേകിച്ചൊന്നും ഇല്ല. ഇവിടുന്ന് ജസ്റ്റ് ഇത് കണ്ടു വഴി തീർന്ന്. ഇനിയിപ്പോൾ നല്ല നടപ്പ് വഴി, പിന്നെ കാടൊക്കെ തട്ടി വേണം പോകാനായിട്ട്. ഇത് അധികമൊന്നല്ല, ആരും പോകാത്ത സ്ഥലമാണെന്ന് തോന്നുന്നില്ല. വഴിയൊന്നുമില്ല. നമ്മളാണ് ഒന്ന് ആദ്യമായിട്ട് ഈ സ്ഥലം കണ്ടുപിടിക്കുന്നത്. ഇനി നമുക്ക് വഴി തെറ്റിയതാണോ എന്നും അറിയത്തില്ല. ഏതായാലും അവിടെ പോയി ഒന്ന് കയറി നോക്കിയിട്ട് വരാം. കുത്തനെ കയറ്റമാണ്. എപ്പോൾ വീഡിയോ ഒന്നും പറയാൻ പറ്റത്തില്ല. ഇത് നിങ്ങൾ കാണുക. നമ്മളപ്പോൾ കയറിപ്പോയിക്കൊണ്ടിരിക്കുക. കുറേ ഉണ്ട്.
ഇത് ഇടിയൊക്കെ മുഴങ്ങുന്നുണ്ട് നല്ലപോലെ ഇല്ല ചെറുതായിട്ട്. എങ്കിലും മുകളിൽ ചെന്നിട്ട് നനഞ്ഞു കുളിച്ച് വേണം നമ്മൾ തിരിച്ചിറങ്ങി വരാനായിട്ട്. അടിപൊളിയായിട്ട് അണയ്ക്കുന്നുണ്ട് കുറേ നേരം നടക്കാൻ തുടങ്ങിയിട്ട്. കയറ്റമാണ്. നിങ്ങൾ ഈ വീഡിയോ കൂടെ കാണുന്ന കാരണം നിങ്ങൾക്ക് അതിൻ്റെ ഫീലിംഗ് ഇത് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. നല്ല കുത്തന കയറ്റമാണ്, വഴിയുമില്ല, തപ്പിത്തെരഞ്ഞു പിടിച്ച് നിങ്ങൾക്ക് കാണാമല്ലോ. തപ്പിത്തെരഞ്ഞു പിടിച്ചാണ് നമ്മൾ മുകളിലോട്ട് പോകുന്നത് ഈ റബ്ബർ തോട്ടത്തിന് ഇടയ്ക്കൂടെ. അവരൊക്കെ വേണ്ട അവിടെ ആകാശത്തോട്ട് നോക്കി നിൽപ്പുണ്ട്. മഴ വരുത്തോട്ടോന്നാണ് തോന്നുന്നു നോക്കുന്നത്. വീണ്ടും കയറിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളിപ്പോൾ നടന്നു പോയതുകൊണ്ടാണ് ഈ പുലിച്ചിരിയെങ്കിലും തെളിഞ്ഞ് കിടക്കുന്നത്. അയ്യോ, കല്ലൊക്കെ എടുത്ത് എറിയുന്നു. എന്നെ കല്ലെടുത്ത് എറിയുന്നു. എപ്പോഴാ വീഴുന്നത് എപ്പോഴാ പോകുന്നതെന്നൊന്നും ഒന്നും പറയാൻ പറ്റത്തില്ലാത്തൊരവസ്ഥയാണത്. ഏതായാലും വീഡിയോ എടുത്തൊക്കെയാണ് പോകുന്നത്. ഞാൻ നിലത്തോട്ടൊന്നും നോക്കുന്നില്ല. എപ്പോൾ വേണേലും ഒരു അപകടം സംഭവിക്കാവുന്നതാണ്. ഇവിടെ മുള്ളുവേലിയിട്ട് ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. കല്ലെടുത്ത് നമുക്കിനിയിപ്പോൾ ഒരു വലിയ ടാസ്ക്കാണ്. ഈ കയ്യാലെ കയറി കിടക്കുക, ചാടി കിടക്കുക. ഇത് പിടിച്ച് ഞാൻ ചാടി കിടക്കാം. ആ സ്റ്റെപ്പുണ്ട് കാശ്, ബ്ലോക്കിൽ വരുമ്പോൾ സ്റ്റെപ്പുണ്ട്. നമുക്ക് സ്റ്റെപ്പ് വഴി കയറാം. സ്റ്റെപ്പേന്ന് വീണു. കല്ലൊടിഞ്ഞു പോയി. എന്താണ് സ്റ്റെപ്പ് ഒടിഞ്ഞു പോയിരിക്കുന്നത്? ഇല്ലില്ല, ഞാൻ പൊട്ടായിരിക്കാൻ എടുത്തിട്ടുണ്ടോ? അഡ്വഞ്ചർ ട്രിപ്പ് എന്ന് പറഞ്ഞാൽ ഇതാണ് അഡ്വഞ്ചർ ട്രിപ്പ്. നിങ്ങൾ ഈ സ്ഥലത്തോട്ട് വരണം. സ്ഥലം എവിടാന്നൊന്നും നിങ്ങൾക്ക് അറിയത്തില്ലെന്നൊക്കെ എനിക്കറിയാം. എങ്കിലും എങ്ങനെയൊക്കെ തപ്പി കണ്ടുപിടിച്ച് തരണം. ഈ സ്ഥലത്തിൻ്റെ പേര് എന്തോ കരുവള്ളിക്കാട് മല. അപ്പോൾ അങ്ങോട്ടാണ് കയറുന്നത്. റബ്ബർ തോട്ടം, ഫുള്ള് റബ്ബർ തോട്ടം, അതും കുത്തനെ കയറ്റം. അതാണ് ഗായ്സ് ഈ മലയുടെ ഏറ്റവും വലിയ പ്രത്യേകത. ഫുള്ള് അണച്ച് ഒരു പരുവായി നിൽക്കുക. കുറേ ഇപ്പം എത്ര കിലോമീറ്റർ ആയെന്നറിയോ നടക്കാൻ തുടങ്ങിയിട്ട്. നമ്മൾ വന്ന സ്ഥലമാണ് ഇതിപ്പോൾ. നിങ്ങൾക്ക് ഇറക്കമായിട്ടൊന്നും തോന്നത്തില്ലായിരിക്കും വീഡിയോ കാണുന്നതുകൊണ്ട്. എങ്കിലും ജസ്റ്റ് ഒന്ന് കണ്ടോ, മുകളിൽ ചെന്നിട്ടുള്ള ഷോട്ടൊക്കെ കണ്ടാലേ നിങ്ങൾക്ക് ശരിക്ക് പിടികിട്ടത്തുള്ളൂ. ഈ പറമ്പിൽ ഇതുവരെ ആരും കയറിയിട്ടില്ലാത്ത രീതിയിലാണ് ഈ പറമ്പ് കിടക്കുന്നത്, ഈ സ്ഥലം കിടക്കുന്നത്. നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാൻ തോന്നുന്നു. ഫുള്ള് കാട് പിടിച്ച് വനമാണെന്നൊരു ഡൗട്ടുണ്ട്. അധികമൊന്നല്ല, നമ്മളാണ് ആദ്യത്തെ വ്യക്തി. ഹിമാലയ പർവ്വതം കീഴടക്കാൻ പോകുന്ന പോലെ തന്നെ നമുക്ക് കരുവള്ളിക്കാട് മല കീഴടക്കാനായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ലപോലെ അണയ്ക്കുന്നുണ്ട്. അത് വനമാണെന്ന് തോന്നുന്നു. ഇപ്പോൾ അതെ നല്ലപോലെ മഴക്കാർ എടുത്ത് വന്നിട്ടുണ്ട്. ഏതായാലും നനയെന്നുള്ള കാര്യത്തിൽ 100% ഉറപ്പ് കിട്ടിയിരിക്കുകയാണ്. ഇനിയിപ്പം മഴ പെയ്യുവാണ്, വീഡിയോ എടുക്കാൻ പറ്റുമോ എന്നറിയത്തില്ല. അവരൊക്കെ അതെ പുറകെ എന്തി അണച്ച് വരുന്നേ ഉള്ളൂ. മഴ ഇപ്പം തന്നെ ഇരയ്ക്കാൻ തുടങ്ങി. വീഡിയോ എടുക്കാൻ പറ്റുമോ എന്നറിയില്ല. വീഡിയോ എടുക്കാൻ പറ്റില്ല. അതേ ആ പാറമടയിലൊക്കെ മഴ പെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നമ്മുടെ ഇവിടെ ഇതുവരെ മഴ എത്തിയിട്ടില്ല. എങ്കിലും ഒരു 5 സെക്കൻഡിനുള്ളിൽ മഴ എത്തുമെന്ന് പ്രതീക്ഷിക്കാം. നല്ല മഴ രച്ച് വരുന്ന സൗണ്ട് കേൾക്കാം. ഓക്കെ, മണിവാളി ഇനി വീഡിയോ എടുക്കാൻ പറ്റുമോ എന്നറിയില്ല. മഴ ഇനി എപ്പോൾ നിൽക്കുമെന്നും അറിയില്ല. അതെ ഫുള്ള് കാട്ടിനകത്തൂടെ എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് ഒരു പിടുത്തം. ഇനി വല്ല ഉരുളും പൊട്ടി കൂട്ടത്തിൽ ഇറങ്ങി നടന്ന് ഫോൺ എടുത്ത് തന്നെ വെക്കുകയാണെങ്കിൽ ഇനിയിപ്പോൾ നമുക്ക് മുകളിൽ ചെന്നിട്ട് എന്തെങ്കിലും എടുക്കാൻ പറ്റും. നമ്മളൊരു സ്ഥലത്തൊരു വീട്ടിൽ കയറി നിൽക്കുകയാണ് മഴ നനയാതിരിക്കാനായിട്ട്. റബ്ബർ തോട്ടത്തിന് നടുക്ക് ഒരു പ്രതാലയം പോലെ ഇങ്ങനെ കിടന്നു. അപ്പോൾ അവിടെ കയറി നിൽക്കുകയാണ്. ഏതായാലും ഭാഗ്യത്തിന് ചെറുതായിട്ടൊക്കെ മഴ നനഞ്ഞുള്ളൂ. അതൊക്കെ ഉണങ്ങി, വേറെ കുഴപ്പമൊന്നുമില്ല. നമ്മളപ്പോൾ ഇത് മലയുടെ മണ്ടയ്ക്ക് എത്തിയിട്ടുണ്ട്. ഇത് ഭയങ്കര മഴയൊക്കെ ആയിരുന്നു. അത് കാരണം ശരിക്കും ഷൂട്ട് ചെയ്യാനൊന്നും പറ്റിയില്ല. ഇനിയിപ്പോൾ തിരിച്ചു പോകുമ്പോഴത്തേക്കും നമ്മൾ വന്ന വഴികളൊക്കെ കാണിക്കാമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതുണ്ട്, ഇതൊന്നും വന്ന വഴിയല്ല, എങ്കിലും നമ്മൾ നിൽക്കുന്ന സ്ഥലം ഇത് അടിപൊളി വ്യൂ ആണ് ഇവിടെ നിന്നാൽ. പക്ഷേ ഇതിപ്പോൾ ക്യാമറ കാണിച്ചാൽ ഒന്നും തിരിയത്തില്ല. ഫുള്ള് മഞ്ഞാണ്. മഴ കാരണം, മഞ്ഞല്ല മഴ കാരണം ഒന്നും കാണത്തില്ല. ഈ മലയുടെ ഏറ്റവും മണ്ടൊക്കെ കേട്ടോ ഇവിടെ സൂപ്പർ വ്യൂ ആണ്.
ഗായ്സ് നിങ്ങൾ കാണുന്ന പാറവടയാണ്. അവിടെ കുറേ വണ്ടിയും അതും ഇതൊക്കെ കിടപ്പുണ്ട്. അപ്പോൾ ഫുൾ വീഡിയോ ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റില്ല, മഴ കാരണം ഒന്നും നടന്നില്ല. തിരിച്ചിറങ്ങിയത് എൻ്റെ ചെരുപ്പൊക്കെ പൊട്ടിയിട്ടുണ്ട്. അടിപൊളിയായിരുന്നു. വീഴാത്തതായിട്ട് ഈ കൂട്ടത്തിൽ ഒരാൾ മാത്രമേ ചേട്ടനെ കൊണ്ട് പറയണ്ട, എല്ലാവരും വീഴ്ചയുടെ പൂരമായിരുന്നു.